ജിസേൽ ചില വാക്കുകൾ പറഞ്ഞ കേൾക്കാൻ നല്ല രസം. എനിക്ക് പറ്റത്തില്ല, പിന്നെ അങ്ങനെ കുറെ വാക്കുകൾ ഉണ്ടല്ലോ. പറ്റത്തില്ല നമ്മൾ പറയാൻ നോർമലാണ്, പക്ഷെ ജിസേൽ പറയുമ്പോ അത് കുറച്ചുകൂടി ഡിഫറെന്റ് ആ കേൾക്കാനായിട്ട്. എനിക്ക് പറ്റത്തില്ല. ഇല്ല ജിസേൽ, അത് ക്യൂട്ടാണ്. ലാലേട്ടൻ വരുമ്പോഴാണ് ജിസേൽ ഏറ്റവും ക്യൂട്ടായിട്ട് സ്ക്രീനിൽ വരുന്നത്. അതെന്താ ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ അത്രയും ക്യൂട്ട്നെസ് വരുന്നത്? അതാണ് എനിക്കും ചോദിക്കാനുള്ളത്. അങ്ങനെയല്ല, എനിക്കും ചോദിക്കാനുള്ളത് വാട്ട് ഈസ് ദ റീസൺ? ബിക്കോസ് മേ ബി യു ലൈക്ക് ഹിം എ ലോട്ട്, നോ ലൈക്ക് ഒരു ഗോഡ് ഫിഗർ ആണ്, ഒരു ഫാദർ ഫിഗർ ആണ്, അങ്ങനെ ഒരു ലാലേട്ടൻ we all like him and love him. So അന്ന് കട്ടിയാണല്ലേ അപ്പൊ ഈ ലാലേട്ടൻ വന്നിട്ട് എപ്പിസോഡിൽ എനിക്കൊന്ന് ജിസേലിനെ എല്ലാവരും ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് മറ്റേ ചങ്ക് പൊട്ടി എന്ന് പറയുന്ന ഡയലോഗ് വന്നപ്പോഴാ. ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു അകത്ത് എന്നാ ശ്രദ്ധിച്ചല്ലേ, എന്നാ ചെയ്യാനാന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നേക്കാം. ഈ ചങ്ക് പൊട്ടി എന്നുള്ളതൊക്കെ ഇതൊക്കെ എവിടുന്ന് വന്ന സാധനം? ഇത് എന്റെ അമ്മൂമ്മ പറയായിരുന്നു. എന്റെ അമ്മൂമ്മ ഇങ്ങനെ, അമ്മൂമ്മയുടെ ഞാൻ കൊച്ചിലെ വരുമ്പോ ഒരു മാസം അമ്മൂമ്മയുടെ കൂടെ ആയിരുന്നു എന്റെ ഏറ്റവും അമ്മൂമ്മയുടെ ഫ്രണ്ട്സ് എല്ലാവരുടെ കൂടെ ഞാൻ ഇരിക്കുവായിരുന്നു. അപ്പൊ ഈ ഉള്ള മലയാളം പഠിച്ചത് അമ്മൂമ്മയുടെ കേട്ടിട്ടാണ്. അപ്പൊ അമ്മൂമ്മ പറയായിരുന്നു അടി എന്റെ ചങ്ക് പൊട്ടിയിടി. അപ്പൊ ഞാൻ അങ്ങനെ അമ്മ മുറുക്കാനും മുറുക്കുമായിരുന്നു. അപ്പൊ മറ്റേ കണ്ടിച്ചതോ എന്തായിരുന്നു? കണ്ടിച്ചതിന്റെ മെയിൻ വേർഡ് വെജിറ്റബിൾസ് കണ്ടിച്ച് അങ്ങനെ ചില സ്ഥലത്ത് പറയാറുണ്ട്. കണ്ടിച്ചതാണ് അങ്ങനെ പറയണല്ലേ. അങ്ങോട്ട് ആലപ്പുഴ സൈഡിലൊക്കെ പറയാറുണ്ട്. ആലപ്പുഴയില് കൊറേ ഡിഫറെന്റ് മലയാളമാണ്. വേറെ എന്തൊക്കെയാ ഡിഫറെന്റ് മലയാളം ഇതേപോലെ? വലിയല്ല പറയണത്, വലിയിടും. നിങ്ങള് പറഞ്ഞ അതല്ല. അതല്ല, അങ്ങനെ പറയത്തില്ല. ആലപ്പുഴയില് പൊരയിടുന്നുണ്ട്. ഇതൊക്കെയാണോ എന്റെ അമ്മ ഇവിടെ പഠിപ്പിച്ചിരിക്കുന്നത്? വളയല്ല പോറിയാണ്. ആണ്, നിങ്ങളത് പറയുമ്പോ എനിക്ക് മനസ്സിലായില്ല. ഇവരൊരു കാര്യം ചെയ്തപ്പോ എനിക്ക് മനസ്സിലായില്ല വലിയ എന്നതാണ്. ആലപ്പുഴയിൽ എങ്ങനെയാ? ആലപ്പുഴയില് വളയല്ല പോറിയാണ്. ആണ്, നീ ഒന്നുകൂടി പറയണ്ട. കുഴപ്പമില്ല, നല്ലതാ. ഞാൻ ആദ്യമായിട്ട് വലി കേട്ടത് നിങ്ങളുടെ നീ ആദ്യമായിട്ട് വളി കേട്ടത് എന്റെ കയ്യിൽ പറയേണ്ടത്. നമ്മൾ സംസാരിച്ചപ്പോൾ ഞങ്ങൾ സംസാരിച്ച് നീ കേട്ട വാക്കാണ് വളി, നീ എന്റെ വളയല്ല കേട്ടത്. നശിപ്പിച്ചു ഇന്റർവ്യൂ. പറഞ്ഞു മനസ്സിലായില്ലേ? നിങ്ങൾക്ക് മനസ്സിലായില്ലായിരിക്കും. ആ വളി എന്ന് പറഞ്ഞ വാക്ക് കേട്ടത് ഫസ്റ്റ് നിങ്ങളെ ഞാൻ കേട്ടത് അല്ല. അങ്ങനെയാണോ ഓർത്തത്? ആദ്യമായിട്ട് കേട്ടത് ആര്യന്റെ അടുത്തുനിന്നാണോ? അത് ചിലപ്പോ സൈലന്റ് ആയിരിക്കും. അങ്ങനെയല്ല പറയേണ്ടത്, അതുമല്ല പറയേണ്ടത്. മനസ്സിലാക്കി താരെങ്കിലും ആര്യന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഞങ്ങളുടെ ആലപ്പുഴ ഈ വേർഡേ ഇല്ല, ഈ വാക്കേ ഇല്ലേ? എനിക്ക് ആലപ്പുഴക്കാർ അവരൊക്കെ അറിയാലോ. പൊരി ആണ് ആണല്ലേ? ആണ്, നിങ്ങൾക്ക് അറിയത്തില്ല. അയ്യോ, ഇത് ചെലപ്പം ഞങ്ങളുടെ ഗ്രാമത്തിന്റെ ഇതൊക്കെ റോളിങ്. അയ്യോ, നല്ലതാ, അത് കുഴപ്പമൊന്നുമില്ല. മനുഷ്യരല്ലേ, ഇടയ്ക്കൊക്കെ അങ്ങനെയൊക്കെ സംഭവിക്കും. എന്നാലും എന്റെ ആര്യ ഇത്രയ്ക്ക് വേണ്ടായിരുന്നു. മുംബൈന്ന് കേരളത്തിലോട്ട് ഒരാൾ വരുമ്പോ ഇങ്ങനെയാണോ സ്വീകരിക്കുന്നത്? എന്തൊക്കെ പഠിപ്പിച്ചു കൊടുക്കാം. അയ്യോ, ഇതിന് ആരൊക്കെ പഠിപ്പിച്ചത്? ഞാനല്ലാട്ടാ. എന്റെ ദൈവമേ, ഞാൻ അങ്ങനെ പഠിപ്പിച്ചിട്ടേ ഇല്ല. പഠിപ്പിക്കാനല്ല പഠിപ്പിച്ചത്, പക്ഷെ അവൻ പറഞ്ഞപ്പോ ഞാൻ പഠിപ്പിച്ചു പോയി. പഠിച്ചു വേറെന്തൊക്കെയാ ആര്യം പഠിപ്പിച്ചു തന്നിട്ടുള്ള വാക്കുകള്? ഇങ്ങനെ ഓർത്താ കൊറേ വേർഡ്സ് ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഇവന്റെ വായില്. പൊതുവേ അത് നല്ല, അത് പൊതുവേ കേൾക്കാറുണ്ടെന്നായിരിക്കും. ചീത്ത വാക്ക് എന്തെങ്കിലും പഠിപ്പിച്ചു തന്നോ?
ചീത്ത വാക്കെല്ലാം അക്ബറാണ് ഇവൻ എന്താ പഠിപ്പിച്ചത്? അത് പറഞ്ഞു പറഞ്ഞു മതിയായി, എനിക്ക് ആ തെരകൾ പറയണ്ട. രക്ഷപ്പെട്ടു ഞാൻ. ഞാൻ വെച്ചിപ്പോ പറയുന്നു. കട്ടേണ്ടി വരും. അടിപൊളി. ജിസേലിന്റെ മലയാളം ശരിക്കും പറഞ്ഞാൽ കേൾക്കാൻ ഒരു പ്രത്യേക ഒരു രസമായിട്ടുണ്ട്. നമുക്ക് ജിസേലിനെ കൊണ്ട് കുറച്ച് മലയാളം ഡയലോഗ്സ് പറയിപ്പിച്ചാലോ? Put me on a spot now. ഫസ്റ്റ് ഡയലോഗാണേ. ആര്യൻ കേൾക്കുന്നുണ്ടോ? ആദ്യത്തെ ഇതാണ്. നെട്ടൂരാനോടാണോടാ നിന്റെ കളി. ഇത് ഇവനും പറയാൻ പറ്റത്തില്ല. യു കാണ്ട് പറഞ്ഞേ. നെട്ടൂരാനോടാണോടാ നിന്റെ കളി. നെട്ടൂരാണോടാ നിന്റെ കളി. ആ ഓക്കെ, അടിപൊളി. നെട്ടൂരാനോടാണോടാ. ഇങ്ങനെ ഒരു വേർഡ് എഴുതുന്നതാണ്. നെട്ടൂരാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേഴ്സന്റെ പേരാണ്. മോഹൻലാലിന്റെ ഒരു മൂവിയിൽ ഒരു ഫേമസ് ആയിട്ടുള്ള ഡയലോഗാ. അപ്പോൾ ആ ക്യാരക്ടറിന്റെ പേരാണ് നെട്ടൂരാൻ. അപ്പൊ അവര് ചോദിക്കുകയാണ്, ആർ യു പ്ലേയിങ് വിത്ത് നെട്ടൂരാൻ? നെട്ടൂരാനോടാണോടാ നിന്റെ കളി. നിന്റെ കളി. നിന്റെ കളി. 5 എണ്ണം പറയിപ്പിക്കാം. പറയാൻ അറിയാപ്പോ. ആന അലറലോട് അലറൽ. ആന അലറലോട് അലറൽ. പട്ടു പച്ച ചക്ക. പത്തു പച്ച ചക്ക. സോറി, 10 പച്ച ചക്ക. ഇല്ല, മലയാളമായിരുന്നു. സോറി. 3-മത്തെ, വണ്ടി കുന്നു കയറി കുന്നു വണ്ടി കയറി. വണ്ടി കുന്നു കയറി കുന്നു വണ്ടി കയറി. ഈസി. ഇതാര് തച്ച സഞ്ചി? ഇത് ചന്ദ്രൻ ചന്തയിൽ തച്ച സഞ്ചി. ഇതാര് ചന്ത് സഞ്ചി? ഇത് ചന്ദ്രന് ചന്ത് സഞ്ചി. ഇതാര് തച്ച സഞ്ചി? തച്ച് മീൻസ് തയ്ച്ചത്. ഇതാര് തച്ച സഞ്ചി? ഇത് ചന്ദ്രൻ ചന്തയിൽ തച്ച സഞ്ചി. ഇതാര് തച്ച് സഞ്ചി? ഇത് ചന്ദ്രൻ ചന്ദ്രയിൽ തച്ച് സഞ്ചി. വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി ഏറ്റവും വലിയ എല്ലാവരുടെയും ഡൗട്ട്, ആര്യൻ ജിസേൽ ഫ്രണ്ട്ഷിപ്പ് അതൊരു ലവ് റിലേഷൻഷിപ്പ് ആകുമോ എന്നുള്ളതാ. എപ്പോഴെങ്കിലും നിങ്ങൾ കമ്മിറ്റഡ് ആകുമോ? അങ്ങനെ വെച്ചാൽ നമ്മളിങ്ങനെ ഡിസൈഡ് ഒന്നും ചെയ്തിട്ടില്ല. നോട്ട് ലൈക്ക് വി ഡോണ്ട് നമ്മൾ ഗോ വിത്ത് ദ ഫ്ലോ ആണ് ബേസിക്കലി. നമുക്ക് ഇങ്ങനെ ലവ് ആയി. ബട്ട് നിങ്ങൾ രണ്ടാളും നല്ല പേരാണ് കാണാൻ. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾ പിന്നെ റീൽസ് കാണാറുണ്ട്. ജിസിയാൻ കുറെ ഗ്രൂപ്പ്സ് ഉണ്ട്. അവരെ നമുക്ക് നമ്മളെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നമ്മളങ്ങനെ ഡിസൈഡ് ഒന്നും ചെയ്തിട്ടില്ല. വി ജസ്റ്റ്. ജിസേലിന്റെ ലോക്കറ്റിൽ ഒരു എ ഉണ്ടല്ലോ. അതേതെയാ? അത് ഫാദറിന്റെ പേരായിരുന്നു. ഡാഡിന്റെ ആണ്. അശോകാണ് ഫാദറിന്റെ പേര്. അതിന്റെ ഒരു എ ആണ് ലോക്കറ്റ്. അതൊന്ന് പറയാനായിട്ട് ഇത്തിരി ടൈം എടുത്തു. നിങ്ങൾ കണ്ടില്ല? വീട്ടിന്റെ അകത്തുണ്ടാണ്. എപ്പോഴും ആ ഏരിയയിൽ ലോക്കറ്റ് ഇടും. ഒരു കാര്യം പറയട്ടെ, ഇവിടെ ഒരു AK എന്ന് പറഞ്ഞ ടാറ്റവും ഉണ്ട്. അപ്പൊ അതും ആര്യനാണ്. 10 വർഷമായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അനീഷായിട്ട് കൂടുതലും കണക്റ്റഡ് ആയിട്ടുള്ള ആളാണല്ലോ ജിസേല്. ലൈക്ക് കമ്പാരിറ്റീവ്ലി അനുമോളെക്കാളും കുറച്ചുകൂടെ അനീഷായിട്ടാണല്ലോ. അപ്പം അനീഷ് വിൻ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യത്തിൽ വിഷമമുണ്ടോ? വിഷമമുണ്ട്. ബിക്കോസ് അനീഷ് ചേട്ടൻ നല്ല മനുഷ്യനായിരുന്നു. വിൻ ചെയ്താൽ എനിക്ക് നല്ല ഇഷ്ടമാണ്. ഐ വുഡ് ബി വെരി ഹാപ്പി ഫോർ ഹിം. പക്ഷേ ഐ തിങ്ക് ഹി വിൽ ബി വിന്നർ ഇൻ റിയൽ ലൈഫ്. ബിക്കോസ് ആൾക്കാരുടെ മനസ്സ് ലൈക്ക് എങ്ങനെ പറയാനാണ്, he's won everybody's heart. അല്ലേ? ഹൃദയം ജയിച്ചു. പിന്നെ he deserves all the prizes that he's getting, you know, some like that he got 10 lakh. Oh yes, അത് ഭയങ്കര കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ഭയങ്കര ഡിസർവിംഗ് ഒരാളെ 10 ലക്ഷം കൊടുത്തു. And I'm very happy about that. പിന്നെ ആരെങ്കിലും ഈ ഷോ കാണുകയാണെങ്കിൽ നമ്മൾ രണ്ടുപേരും പാവപ്പെട്ടമാരെ നോക്കിയിട്ട് എന്തെങ്കിലും തന്നേക്കട്ടോ, കുഴപ്പമൊന്നുമില്ല. ഒരു 10 ലക്ഷം രൂപ വെറുതെ, 10 ലക്ഷം ഒരു 5,000 മതിയല്ലേ? നമ്മള് പാവം, നമ്മള് കോമണേഴ്സ് ആട്ടോ. അയ്യോ, ഈ ഗിഫ്റ്റിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോഴാ ചോദിച്ചാൽ, നിങ്ങൾക്ക് കുറെ ഗിഫ്റ്റ്സ് ഒക്കെ അല്ലാതെ കിട്ടി കാണൂലേ? ഫാൻസിന്റെ ഒക്കെ ഗിഫ്റ്റ് അല്ല, ഫാൻസ് ഒക്കെ ഗിഫ്റ്റ് ഒക്കെ ഫോട്ടോ ഫ്രെയിംസ് ആൻഡ് ലൈക്ക് വെരി ലൈക്ക് വെരി thoughtful gifts. അതെ. ഏറ്റവും നിങ്ങൾക്ക് രണ്ടാളും കൂടെ ഒന്നിച്ച് തന്ന ഒരു ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഗിഫ്റ്റ്? ഒന്നിച്ചു ഇതുവരെ ഒന്നും കൊടുത്തില്ല. ഒന്നിച്ച് കൊട് ഒന്നിച്ച് തരാനായിട്ട് ഗിഫ്റ്റ് കൊടുക്ക്. അതെ. അപ്പൊ എന്തായാലും കുറെ പേര് ഇതൊക്കെ കണ്ട് നിങ്ങൾക്ക് കുറെ ഗിഫ്റ്റ് ഒക്കെ അയച്ചു തരട്ടെ. നമ്മളിപ്പോ തമാശക്ക് പറഞ്ഞാലും കുറെ പേര് ചിലപ്പോ എങ്ങനെയായിരിക്കും ഇവരെ ഒന്ന് കണക്ട് ചെയ്യാന്നൊക്കെ കരുതിയിട്ടിരിക്കുകയായിരിക്കും. ഇപ്പൊ മെസ്സേജസ് ഒക്കെ ഒരുപാട് വരാറുണ്ടായിരിക്കുമല്ലോ. ആക്ച്വലി ഇമെയിലിലാണ് ബെറ്റർ. അത് DMs ചെക്ക് ചെയ്ത് റിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല.
Also, like his team is handling his Instagram, my team has my Instagram password, so not always ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഇമെയിൽ ID ഉണ്ട്, അതിന്റെ ഇമെയിൽ വെച്ചോ ഞങ്ങൾക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റും. ജിസേലിന് ഇപ്പം ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞ് കേരളത്തിലൊക്കെ കുറേയൊക്കെ ആയിട്ട് നിന്നിട്ട് ശേഷം ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ? ഞാൻ വെജിറ്റേറിയൻ ആണ്. അതെ. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം, എനിക്കെല്ലാം നമ്മുടെ സദ്യയാണ് ഇഷ്ടം. പിന്നെ എനിക്ക് കുറെ പപ്പടം വേണം. പപ്പടം കുറെ ഇഷ്ടമാണ്. പപ്പടം എല്ലാവരും ജിസേലിന്റെ കുക്കിങ്ങിനെ കുറിച്ചിട്ടൊക്കെ പറയാറുണ്ടല്ലോ. ജിസേലിന്റെ ഏറ്റവും അടിപൊളിയായിട്ട് ജിസേൽ കുക്ക് ചെയ്തിട്ടുള്ള കഴിച്ചത് ഹൗസിൽ വെച്ചിട്ട് ആലു പൊറോട്ട കൊടുത്താണ് ജിസേൽ എല്ലാവരെയും ഫ്രണ്ട്സ് ആക്കുന്നത്. അല്ല, ജിസേലിന്റെ ഒരു ഇപ്പൊ ഒരു ലവ് ഷോയിങ് രീതി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഫുഡ് കൊടുക്കുന്നതാണ്. ഫുഡ് കൊടുക്കണതാണ് എനിക്ക്. പക്ഷെ ഞാൻ റിയൽ ലൈഫിലും അങ്ങനെയാണ്. നിങ്ങൾ എന്റെ വീട്ടിൽ വരുമ്പോൾ ലൈക്ക് ഇഫ് ഐ എം ഹോസ്റ്റിംഗ് എ പാർട്ടി ഫോർ യു, ഐ മേക്ക് ഷുവർ യു ഈറ്റിംഗ്. ലൈക്ക് ഐ ലൈക്ക് ടു ഫീഡ് പീപ്പിൾ, ബട്ട് ദാറ്റ് ഈസ് മീ. വീട്ടിൽ മയക്കാനൊന്നല്ല ചെയ്തത്, അങ്ങനെ കഴിപ്പിക്കും. അത് എല്ലാവർക്കും കൊടുക്കുന്നുണ്ടായിരുന്നല്ലോ ഫുഡ്. പിന്നെ ഞാൻ എനിക്ക് വേണ്ടി വല്ലതും ഉണ്ടാക്കും, വല്ലവര് ചോദിച്ചാൽ ഐ ഹാവ് ടു ഗിവ് ദം. എനിക്ക് അങ്ങനെ ഗിൽറ്റ് ഫീൽ ആവും. വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഓൾറെഡി നല്ലൊരു പാട്ട് അനീഷിനൊക്കെ പാടിക്കൊടുത്തു. ആര്യന് വേണ്ടിയിട്ടൊന്നും പാടിക്കൊടുക്കുക നമ്മൾ കേട്ടിട്ടില്ല. ഒരു മലയാളം സോങ് ഫോർ ആര്യൻ. മലയാളം സോങ് വേണമെങ്കിൽ നീ കണ്ണു മുമ്പ് പാടിക്കോ, ഞാൻ യെസ് എന്ന് റിപ്ലൈ ചെയ്യാം. അനീഷ് ഇപ്പോൾ നോ അല്ല റിപ്ലൈ ചെയ്യണം. അതെ. No, for him I have to have a special song. സ്പെഷ്യൽ സോങ്. ഓക്കെ. മഞ്ഞക്കിളിയുടെ മഞ്ഞക്കിളിയുടെ മൂളി പാട്ടുണ്ട്. പാടിക്കോ. അത് ഒരുപാട്, അത് ഒരു ലൈൻ അറിയത്തുള്ളൂ. അടിപൊളി. വേറെ പാട്ട്. I also like that കറുത്ത പെണ്ണെ okay. കാണാഞ്ഞിട്ടൊരു നാളുണ്ട്. പക്ഷെ എനിക്ക് മൊത്തം കറുത്ത പെണ്ണേണോ? നല്ല പാട്ട് പാടി. അത്ര പാട്ട് അറിയത്തില്ലെന്ന്. എന്നാ ഒരു മലയാളം പാട്ട് പോലും അറിയത്തില്ല കണ്ണാൻ തുമ്പി അല്ലാതെ? അല്ലയോ അറിയാം, പക്ഷെ ഇങ്ങനെ പറഞ്ഞ ആ പ്രേമന്റെ പാട്ട് ഏതായിരുന്നു? ഏതാ? മലരേ നിന്നെയോ? എനിക്ക് പാട്ടെല്ലാം മനസ്സിലുണ്ട്, പക്ഷെ അത് പറയാൻ അറിയത്തില്ല. അതെ, എന്നാ ആര്യനൊരു പാട്ട് പാടി കൊടുക്കും. ഒന്നും അറിയത്തില്ല, ഒന്നിച്ചു. അയ്യേ, ഹിന്ദി പാടിക്കുന്ന ഹിന്ദി. നിങ്ങൾ ഹിന്ദി പാട്ട് വേണ്ട. ഓക്കെ. അപ്പൊ എന്തായാലും ഇനിയും ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെ അടിപൊളിയായിട്ട് തന്നെ മുന്നോട്ട് പോട്ടെ, അല്ലേ? ഇവനാണ് പഠിപ്പിച്ചതല്ലേ ഇതൊക്കെ? കൊറേ ആക്ഷൻസ് ഒക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇങ്ങനെ കാണാൻ പഠിപ്പിച്ചോ? ഇത് ഇങ്ങനെ ഇത് കണ്ടിട്ടില്ലേ? ഓ, ആര്യന് കൊറേ നമ്പേഴ്സ് ഒക്കെ അറിയാം. ഇനിയിപ്പോ പറയണം കേട്ടോ വെളിയിലോട്ട് ഇറങ്ങുമ്പം, ഇത്രയൊക്കെ കാര്യങ്ങളാണ് പുറത്ത് പറയേണ്ടത്, ഇതൊക്കെ പ്രൈവറ്റ് ആണ് എന്നൊക്കെ മനസ്സിലായി. അത് ഞാൻ ഇവര് അവിടെ കാണിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങളെ അവിടെ അങ്ങനെ പറയത്തില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ആലപ്പുഴയുടെ മലയാളം പഠിപ്പിച്ചതാണ്. അടിപൊളി. കൊള്ളാം. സൂപ്പർ.